ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പാക്കും കാര്യങ്ങളൊക്കെ ആണ്. ആദ്യം തന്നെ നമുക്ക് ഒരു പ്ലെയറിനെ കിട്ടിയിരുന്നു. പിന്നെ ഒരു പാക്ക് തുറന്നു, എന്തോ ഒരു സംഭവമാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മളെ സംഭവം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിന്ന് തന്നെ നോക്കാൻ പോകുന്നത്. ഫൗണ്ടേഴ്സ് പോയി കഴിഞ്ഞാൽ നല്ല നല്ല പാക്കുകളൊക്കെ കിട്ടും എന്നുള്ളതാണ് ഗൈസ് സത്യം. ഗൈസ്, ഇനി നമ്മൾ എന്താണ് ചെയ്യുക? നമുക്ക് 108ൻ്റെ ഒരു പാക്കൊക്കെ ഉണ്ട്. അതിൽ നെയ്മർ, മെസ്സി ഒക്കെ ഉണ്ട് ഗൈസ്. അതിൽ 50 ഫൗണ്ടേഴ്സ് കോയിൻ കൊടുത്താൽ മതി. പക്ഷേ എൻ്റെ കയ്യിൽ 7 ഫൗണ്ടേഴ്സ് കോയിന് മാത്രമേ ഉള്ളൂ ഗൈസ്. അതൊന്നും പറ്റില്ല. ഇനി നമുക്ക് വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കി നോക്കാം ഗൈസ്. നമ്മൾ മൗക്കുക്കൂനൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ തന്നെ 118ൻ്റെ ഒരു ഫ്രീ പാക്കാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം ആരെയാണ് കിട്ടുക. മിക്കവാറും തിയോ ഹെർണാണ്ടസ് ആയിരിക്കും. എല്ലാവർക്കും അതൊക്കെ കിട്ടിയത് ഞാൻ കണ്ടിരുന്നു. ഓക്കെ ഗൈസ്, തിയോ ഹെർണാണ്ടസ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ ജെറിക്കൊക്കെ അത് തന്നെയായിരുന്നു കിട്ടിയത് ഗൈസ്. ഇനി നമ്മൾ നേരെ ക്ലബ് ബിൽഡിങ്ങിലേക്ക് പോകാം. എർലിംഗ് ഹോളണ്ടിൻ്റെ ഫോട്ടോ ഒക്കെ തന്നെ ഉണ്ട്. ഇതേന്നത് ഇത് അർജൻറ്റീനയോടും ചെൽസിനോടൊക്കെ മാച്ചുണ്ട് ഗൈസ്. അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെയാണ്. യെസ് ഗൈസ്, അപ്പം നമ്മുടെ ഇത് കണ്ടോ, ഗെറാഡ് ഇതേപോലെയുള്ള പ്ലേയേഴ്സിനെയൊക്കെ ചെറിയ കാർഡാക്കിയ കഴിഞ്ഞാൽ നമുക്ക് ഓലൊക്കെ നല്ല അസിസ്റ്റും സംഭവങ്ങളൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നേരെ കുറച്ച് എക്സ്ചേഞ്ചിന് പോയൊക്കെ ഗൈസ്. നമുക്ക് കുറച്ച് വലിയ വലിയ കോയിനുകളൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ചേഞ്ച് പോയൊക്കെ വല്ലതും കിട്ടിയാൽ ഭാഗ്യം. അങ്ങനെ നമ്മൾ നേരെ സെറാട്ടസിനെ നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം ഗൈസ്. കുറച്ച് കോയിനാണ്, 15 പോയിൻ്റാണ്. സെറാട്ടസ് പോയാലും നമുക്ക് സീനില്ല ഗൈസ്. നമുക്ക് അടിപൊളി സ്ട്രൈക്കർമാരൊക്കെ ഉണ്ട്. കുറച്ച് അടിപൊളി സ്ട്രൈക്കേഴ്സൊക്കെയാണ് നമുക്കുള്ളത് ഗൈസ്. ഈ എക്സ്ചേഞ്ചിൻ്റെ കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മൾ പോയി നോക്കാം. പ്ലേയേഴ്സിൻ്റെ സംഭവങ്ങളിലൊക്കെ എന്താക്കണം, നമുക്ക് 14, 20 എടുത്ത് നോക്കാം. അതിനൊക്കെ 1500 നമുക്ക് 115 ഉള്ളൂ ഗൈസ്. കുറച്ചേ നമുക്കുള്ളൂ. നമ്മൾ നേരെ 114.15 പോയാലോ? അതിലെന്താണ് കിട്ടുക? അതിൽ കിട്ടൂല ഗൈസ്. അതിൽ കിട്ടൂല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിലയൊക്കെ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഗൈസ്. 1000 വേണം ഗൈസ് ഇതിനൊക്കെ. എൻ്റെ കയ്യിൽ 1000 ഒന്നും ഇല്ല. നമ്മളെ ക്ലബും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. സ്ട്രൈക്കറായിട്ട് റഷ് ഉണ്ട്, മൗക്കുക്കു ഉണ്ട്, ഗോളി കീപ്പർ സെച്ച് ആൻഡ് ലെസാട്ട, പിയാറ്റിക്, ജൂഡ് ബെല്ലിംഗം, ബൗങ്ക, ഡി ലോറൻസോ, കോളിൻസ്, സലീബ എന്നൊക്കെയുള്ളൊരു ചെറിയൊരു ക്ലബ്ബാണ്. 112 മൂവിയാറും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ നോക്കിയാലോ ഗൈസ്. സബ്സ്റ്റിറ്റ്യൂട്ട്സും കാര്യങ്ങളൊക്കെ നോക്കാം. മുള്ളീനയൊക്കെ ഉണ്ട് കേട്ടോ. അർജൻറ്റീന എനിക്ക് ഏറ്റവും ഇഷ്ടം മുള്ളീനയാണ് ഗൈസ്. നമുക്ക് മുള്ളീനയാണ് ഇഷ്ടം. ഹെർണാണ്ടസിനെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഓവിയർ ഒന്ന് കൂടി 13 ആയിട്ടുണ്ട്. ഡി ലോറൻസ് അവിടെ കിടക്കട്ടെ. നമുക്ക് കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി ഏതാണ്, നമുക്ക് സെറ്റ് പീസസിൽ പോവാം. ക്യാപ്റ്റൻ ഹെർണാണ്ടസ് ആവട്ടെ ക്യാപ്റ്റൻ. നല്ലത്. വേറെ പൊളി പ്ലെയറിന് കിട്ടിയാൽ നമുക്ക് അതാക്കാം ഗൈസ്. ജൂഡ് ബെല്ലിംഗം അടിപൊളി പ്ലെയറൊക്കെ തന്നെയാണ് ഗൈസ്. ലോങ് ഫ്രീ കിക്ക് മൊളീന എടുക്കട്ടെ. ഇതൊക്കെ തന്നെയാണ് നമ്മളെ ക്ലബ്ബ്. അത്ര വലിയ രാജാവിൻ്റെ ക്ലബ്ബൊന്നും അല്ല. നമുക്ക് ചെറുത് മതി ഗൈസ്. നമുക്ക് ചെറുതും കാര്യങ്ങളൊക്കെ തന്നെ മതി. നമുക്ക് വലുതൊന്നും വേണ്ട. കാര്യം പറഞ്ഞേക്കാം. അതെന്താണ് ഗൈസ് ഇത്? എപ്പോഴും ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ. സ്റ്റാർ പാസ്സൊക്കെ കിട്ടിയിട്ട് കാലങ്ങളായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്. മൈസ്ട്രി ഷിങ്ങിങ്സിൽ പോയി നോക്കിയാലോ? എന്താണ് ഗൈസ് ഇതിൽ മിക്കവാറും വേറെ നല്ല പ്ലെയറിനെ കിട്ടും. ഫിഫ വേൾഡ് കപ്പ് ഖത്തറാണ് കേട്ടോ. അർജന്റീന, മെസ്സി, ലിയോണൽ ആൻഡ്രസ്
മെസ്സി നമ്മൾ നല്ല മെസ്സിനെ കിട്ടിയതുകൊണ്ട് തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യും മെസ്സി ഫാനാണെങ്കിൽ. ഞാൻ മെസ്സി ഫാനാണ്. ബൈ ബൈ.